ഹായ് ഓൾ, ദിസ് ഇസ് മീ അന്തരീഷൻ. ഈ ആഴ്ചത്തെ ഫോറക്സ് അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീക്കിൽ നമ്മൾ എടുത്ത ട്രേഡ്സ് ഒക്കെയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇത് ലാസ്റ്റ് വീക്കിൽ 12th എടുത്ത എൻട്രി ആണ്. GBP JPYയിലാണ് ഫസ്റ്റ് ട്രേഡ് എടുത്തിരുന്നത്. അത് ബുള്ളിഷ് ആയിരുന്നു. ആ സമയത്ത് എൻ്റെ വ്യൂ ഉണ്ടായിരുന്നത്. ഏകദേശം ഈ ഒരു സോണിൽ നിന്ന് ഞാൻ മാർക്കറ്റിനെ മുകളിലോട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു എൻട്രി ഗ്രൂപ്പിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ന്യൂസിന് മുമ്പ് ഞാൻ ഇട്ട ട്രേഡാണ്, പക്ഷെ ഞാൻ ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ചെയ്യാനായിട്ട് പറഞ്ഞു. കാരണം ഇവന്റ് ആയതുകൊണ്ട് നമുക്ക് ആ സമയത്ത് ട്രേഡ് പൊസിഷൻ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതിനുശേഷം ഞാനത് രണ്ടാമതൊരു റീ എൻട്രി പോസ്റ്റ് ചെയ്യാണ് ഗ്രൂപ്പിൽ ചെയ്തത്. അത് ഏകദേശം 1:3 1:4 വരെ നമുക്ക് ആ ഒരു ട്രേഡ് ഏകദേശം കിട്ടിയായിരുന്നു. ഇതാണ് ആ ട്രേഡ്. 1:3 1:4 നമുക്ക് പ്രോഫിറ്റ് കിട്ടിയ ഒരു ട്രേഡാണ്. പിന്നെ അന്ന് തന്നെ ഗോൾഡിലും ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഒരു ബൈ എൻട്രി ആയിരുന്നു. അത് ഈ പറഞ്ഞ പോലെ 1:3 നമുക്ക് കിട്ടിയ ഒരു ട്രേഡാണ്. ദെൻ ഗോൾഡിൽ ഒരു സെക്കൻഡ് എൻട്രി എടുത്തിട്ടുണ്ട്. അത് 1:1 വരെ പോയുള്ളൂ. ഞാൻ നോർമലി 1:2 1:3 വരെ ആണ് കൺസിഡർ ചെയ്യാറ് റിസ്ക് റിവാർഡ്. അപ്പോൾ ആ ഒരു ട്രേഡ് SL ആയിട്ടാണ് പിന്നെ കൺസിഡർ ചെയ്ത്. ദെൻ നെക്സ്റ്റ് ഡേ വരുന്നപ്പോൾ ഗോൾഡിൽ ഒരു ഷോർട്ട് വ്യൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ആയാലും ഫോറക്സിൽ ഏത് പെയർ നോക്കിയാലും ബെയറിഷ് ആണ് വ്യൂ. മേജർ വ്യൂ ബെയറിഷ് ആണ്. ലാസ്റ്റ് വീക്കിലെ ഇവന്റ്സിന് ശേഷം മാർക്കറ്റ് കംപ്ലീറ്റ്ലി ബെയറിഷ് ആണ്. അപ്പോൾ നമ്മുടെ മേജർ എൻട്രീസ് എല്ലാം ബെയറിഷ് ആണ്. അപ്പോൾ ഗോൾഡിൽ എനിക്കുണ്ടായിരുന്ന ഒരു വ്യൂ ആയിരുന്നു ആക്ച്വലി ഈ ഒരു സോണിൽ നിന്ന് താഴത്തോട്ടേക്ക് മാർക്കറ്റ് വരുന്നുള്ളത്. ഏകദേശം 2610 2614 എന്ന് പറഞ്ഞ ഒരു സോണിന്റെ ആ ലെവലിൽ നിന്ന് താഴത്തോട്ടേക്ക് ഞാൻ ആക്ച്വലി മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പൊ ആ വ്യൂ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തു. പിന്നെ GBP USDയിൽ ഒരു എൻട്രി വന്ന സമയത്ത് അതും ഞാൻ പ്ലോട്ട് ചെയ്തിട്ടായിരുന്നു. അത് കുറച്ച് മൂവ്മെന്റ് തന്നോളൂ. അത് നമുക്ക് SL ആയിരുന്നു ആ ട്രേഡ്. പിന്നെ ഗോൾഡിൽ ഒരു എൻട്രി വന്ന സമയത്ത് ഞാൻ ഇട്ടു. ബട്ട് ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആകെ 1:1 വരെ പോയുള്ളൂ. ഞാൻ പൊസിഷൻ ക്ലോസ് ചെയ്യാണ് ചെയ്തത്. നമ്മുടെ ആ ന്യൂസ് ടൈം വരുന്ന സമയത്ത് ക്ലോസ് ചെയ്തത്. പിന്നെ ന്യൂസ് ആയതുകൊണ്ട് ഞാൻ എൻട്രി എടുത്തില്ല. ആക്ച്വലി ആ ഒരു സോണിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സോണിൽ നിന്ന്, അതായത് ഏകദേശം 2611 14 സോണിൽ നിന്ന് ആണ് ഞാൻ മാർക്കറ്റിനെ അവിടെ നിന്ന് താഴോട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു മൂവ്മെന്റ് ഏകദേശം 1:2 ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തത്. ഇവിടെ നിന്ന് എൻട്രി എടുത്തതിന് ശേഷം അത് ഏകദേശം ഒരു 1:1.5 വരെ പോയുള്ളൂ. പക്ഷെ അവിടെ താഴത്തോട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ സോണിൽ നിന്ന്. ദെൻ പിന്നെ വന്നത് നമ്മുടെ CPI ന്യൂസ് ആയിരുന്നു. ആ ടൈമിൽ നമുക്ക് 7 മണിക്ക് ന്യൂസ് ഉണ്ടായിരുന്നു. സോ ഇമ്മീഡിയറ്റ്ലി ആ പൊസിഷൻ അതിന് മുമ്പ് ഞാൻ ക്ലോസ് ചെയ്തു. ബട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന മൂവ്മെന്റ് ആണ്. മുകളിലോട്ടേക്ക് ഒരു സഡൻ മൂവ്മെന്റ് വന്നിട്ട് ലിക്വിഡിറ്റി എല്ലാം ഗ്രാബ് ചെയ്ത്, ഈ റേഞ്ചിൽ ഉണ്ടായിരുന്ന ലിക്വിഡിറ്റി എല്ലാം ഗ്രാബ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് വ്യൂ അനുസരിച്ച് താഴത്തോട്ടേക്ക് ഫോൾ കണ്ടിന്യൂ ചെയ്യാറുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ട്രേഡ് എടുക്കാനായിട്ട് സാധിച്ചില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ന്യൂസ് ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് എങ്ങനെയായിരിക്കും മാർക്കറ്റ് എന്ന് പ്രഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. either നമ്മൾ ആ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ വെറുതെ സെൽ അടിക്കുന്നതിൽ നല്ലതല്ല, നമുക്കത് അവോയ്ഡ് ചെയ്യാൻ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു എൻട്രി ഞാൻ എടുത്തില്ല. പിന്നെ എന്റെ വ്യൂ ഉണ്ടായിരുന്നത് ബെയറിഷ് തന്നെയാണ്. നമുക്കൊരു ക്ലിയർ കട്ട് എൻട്രി ഒന്നും പിന്നെ കിട്ടിയില്ല ആക്ച്വലി. ഇപ്പൊ ഗോൾഡിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയറിഷ് ആണ്. ഇപ്പോ ഹയർ ടൈം ഫ്രെയിം കൺസിഡർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഡേ ടൈം ഫ്രെയിം നോക്കിയാലും നമുക്കറിയാം മാർക്കറ്റ് കംപ്ലീറ്റ്ലി ബെയറിഷ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന് ഇപ്പോ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. ബട്ട് നമുക്ക് എത്രത്തോളം പറയാൻ പറ്റില്ല. ഇവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് മുകളിലോട്ടേക്ക് പോകാനുള്ള സാധ്യത. സോ നമ്മൾ വീണോണ്ടിരിക്കുന്ന മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഫാളിംഗ് നൈഫാണ്. നമ്മൾ അതിനെ ക്യാച്ച് ചെയ്യാനായിട്ട് നോക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ വീഴുന്ന വീഴ്ച മൊത്തം കവർ ചെയ്യാന്നുള്ളൊരു കാര്യമുള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് ബുള്ളിഷായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ സ്കാൽപ്പിംഗ് എൻട്രീസ് ഒക്കെ നോക്കാന്നല്ലാതെ നമുക്കുള്ളൊരു ലോങ് ടൈം വ്യൂവിലെ ട്രേഡ് ഒന്നും ട്രെൻഡിനെ അഗെയിൻസ്റ്റ് എടുക്കാനായിട്ട് പറ്റില്ല. സോ ഒരു ട്രെൻഡ് റിവേഴ്സിൽ കംപ്ലീറ്റ്ലി നമുക്ക് വിസിബിൾ ആയതിനു ശേഷം മാത്രമായിരിക്കും ബുള്ളിഷ് എൻട്രീസ് നോക്കുക. അതുവരെ ഞാൻ ബെയറിഷ് എൻട്രീസ് ആയിരിക്കും എന്റെ മേജർ എൻട്രീസ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. സോ എങ്ങനെയാന്ന് നമുക്ക് നെക്സ്റ്റ് വീക്കിലെ ഗോൾഡിന്റെ മൂവ്മെന്റിന് ശേഷം മാത്രമാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. സോ കമ്മിങ് ഡേയ്സിൽ ഗോൾഡിന് ഒരു ബുള്ളിഷ് മൊമെന്റം കിട്ടുകയാണ്, നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഒക്കെ മുകളിലോട്ടേക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബൈ കൺസിഡർ ചെയ്യും. സോ ഇപ്പൊ 4 hour നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്ന സോൺ.
അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് ഒരു ബെയറിഷ് മൊമെന്റം നമുക്ക് തന്നിട്ട് ദെൻ അത് ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ റീസെന്റ് ക്രിയേറ്റ് ചെയ്ത ഒരു ഹൈ എന്ന് പറഞ്ഞാൽ ഇതാണ് 4 അവറിന്റെ. അപ്പൊ അതും ഒക്കെ ഒന്ന് ഷിഫ്റ്റ് തന്നാലാണ് നമുക്കൊരു കൺഫർമേഷൻ ആയിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഹൈക്കും ഈ ലോന്റെ ഇടയിലും റേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഡേ ഒരു റേഞ്ചിങ് ഡേ ആയി. അപ്പോ ഗോൾഡിന്റെ കാര്യം അത്രയും പറയാനുള്ളൂ. ഇനി നമുക്ക് യൂറോ യു എസ് ഡിയിൽ നോക്കാം. സോ യൂറോ യു എസ് ഡിയും സിമിലർലി മാർക്കറ്റ് ഇതാണ് ലാസ്റ്റ് എടുത്ത എൻട്രി. ദെൻ അതിനുശേഷം ഈ ഒരു സോണാണ് ഞാൻ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന സോൺ. അത് അവിടെ നിന്ന് മാർക്കറ്റ് വന്നിട്ട് താഴത്തോട്ടേക്ക് ഇത്രയും ഒരു മൊമെന്റം മാർക്കറ്റ് തരാനുണ്ടായി. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ക്ലിയർ ആയിട്ടുള്ള ഒരു എൻട്രി ഉണ്ടായില്ല. ഇപ്പോൾ സ്മോൾ ടൈം ഫ്രെയിമിൽ സ്കാൽപ്പിംഗ് ഒഴികെ നമുക്ക് വേറെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡൗൺവേർഡ് എൻട്രി ഒന്നും കണ്ടില്ല ആക്ച്വലി യൂറോ യു എസ് ഡിയിൽ. സോ അങ്ങനെ ഒരു ക്ലിയർ ഡയറക്ഷണൽ മൂവ്മെന്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഗ്രൂപ്പിലും ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴും യൂറോ യു എസ് ഡിയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റിൽ ബെയറിഷ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഇതിലും ഒരു ബെയറിഷ് വ്യൂ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ട്രെൻഡ് റിവേഴ്സിൽ തരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമായിരിക്കും നമ്മൾ ബൈ എടുക്കുന്നത്. അതുവരെ ബെയറിഷ് ആയിട്ടായിരിക്കും നോക്കുന്നത് മാർക്കറ്റ്. ഇനി നമുക്ക് ജി ബി പി ജെ പി വൈ നോക്കാം. ആൻഡ് ജി ബി പി ജെ പി വൈയും നല്ല രീതിക്ക് ബെയറിഷ് ആണ് ഇപ്പോൾ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ. നമുക്ക് ലാസ്റ്റ് ഡേയിൽ ഉണ്ടായിരുന്ന ഒരു മൂവ്മെന്റ് ആണ്. സോ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് താഴത്തോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി സ്ട്രെങ്ത് മാർക്കറ്റ് കാണിക്കാനുള്ള സാഹചര്യം കുറവാണ് ജി ബി പിയിൽ. സോ നല്ലൊരു വീക്ക്നെസ് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇനിയും താഴത്തോട്ടേക്ക് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മേജർ ആയിട്ടുള്ള ഒരു എൻട്രി സോൺസ് ഇവിടെ നമുക്ക് പ്ലോട്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നമുക്കൊരു ഡൗൺവേർഡ് എൻട്രി നോക്കാവുന്നതാണ്. ഇതിൽ കൂടുതൽ അനാലിസിസ് ഒന്നും നമുക്ക് ഇതിനകത്ത് നടത്താനില്ല. മാർക്കറ്റ് നോക്കുമ്പോൾ ക്ലിയർലി ബെയറിഷ് ഡൗൺ ട്രെൻഡ് ആണ്. അപ്പോൾ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആസ് എ ട്രേഡർ നമ്മൾ നോക്കുന്ന ഒരു കാര്യം. സോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള എൻട്രി കൺഫർമേഷൻസ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ താഴേക്ക് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ പ്രധാനമായിട്ടും ജി ബി പി യു എസ് ഡിയും അത് കഴിഞ്ഞ് ജി ബി പി ജെ പി വൈയും യൂറോ യു എസ് ഡിയും ഗോൾഡ് ആണ് മേജർ ആയിട്ട് നോക്കുന്ന കറൻസി പെയർസ്. മറ്റ് കറൻസി പെയർസും ഉണ്ട്. നമുക്ക് ന്യൂസിലാൻഡ് ഡോളർ ആയാലും ഓസ്ട്രേലിയൻ ഡോളർ ആയാലും ഒക്കെ ഉണ്ട്. സോ ഞാൻ പ്രധാനമായിട്ട് നോക്കുന്നത് ഈ കറൻസി പെയർസ് ആണ്. തീർച്ചയായിട്ടും മറ്റുള്ള കറൻസി പെയർസിൽ എൻ്റെതായിട്ടുള്ള അനാലിസിസ് എന്തെങ്കിലും ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. വീഡിയോ ആയിട്ട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ സീരീസ് ഫോറക്സ് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന വീക്കിലും നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അനാലിസിസ് വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ലെക്ചർ വീഡിയോസ് ആയിക്കോട്ടെ എല്ലാം വരുന്ന വീക്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.